JDC ഡയബറ്റിസ് ജെംസ് വീഡിയോ മലയാളം പതിപ്പിലേക്ക് സ്വാഗതം. യൂട്യൂബ് പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് മലയാളത്തിൽ കൂടി പ്രമേഹത്തെക്കുറിച്ചുള്ള ചില പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനത്തിനും അഭിപ്രായങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. എന്താണ് പ്രമേഹം? പ്രമേഹം എന്താണ് എന്ന് 10 ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 മറുപടികളാകും പറയുക. പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അസുഖമാണ് എന്ന് പറയുന്നവർ കാണും. കുറച്ചുകൂടി അറിവുള്ളവർ പറയും പ്രമേഹം എന്നാൽ ഒരു നിശബ്ദ കൊലയാളിയാണ്. ഒരുപാട് വർഷങ്ങൾ അത് അസുഖലക്ഷണങ്ങളൊന്നും കൂടാതെ നിലനിന്ന് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഈ ഒരു വേള പ്രമേഹത്തെ വളരെ അലസമായി അവഗണിച്ചുകൊണ്ട് ഒരു 15-20 വർഷങ്ങൾ ചികിത്സിച്ച ഒരു രോഗി പറയും, ഇത്രയും വൃത്തികെട്ട മറ്റൊരു രോഗമില്ല, എനിക്കിപ്പോൾ മാസം 10,000 രൂപയാണ് ചികിത്സയ്ക്കാകുന്നത്, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എനിക്ക് ഹൃദ്രോഗങ്ങൾ വന്നു, എനിക്ക് കൈകാലുപെരുപ്പാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പം പ്രമേഹത്തിൻ്റെ നിർവചനം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാറിക്കൊണ്ടിരിക്കും. പ്രമേഹം എന്നാൽ ടൈപ്പ് 1 ആകാം, ടൈപ്പ് 2 ആകാം, ഗർഭിണികളിൽ വരുന്ന പ്രമേഹമാകാം, മറ്റ് ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും പാൻക്രിയാസിൽ കല്ലുകൾ കൊണ്ടും വരുന്ന പ്രമേഹമാകാം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 96% പേരിലും കാണുന്ന ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചാണ്. രക്തത്തിലെ പഞ്ചസാര രാത്രി 8 മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതെ രാവിലെ വെറും വയറ്റിൽ നോക്കുമ്പോൾ 100 മില്ലിഗ്രാം ശതമാനത്തിലധികമാണ് എങ്കിൽ അത് പ്രമേഹത്തിൻ്റെ പ്രാരംഭ അവസ്ഥയാകാം. അത് 126 മില്ലിഗ്രാം ശതമാനമായാൽ പ്രമേഹമാണ് എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. ആഹാരത്തിന് 2 മണിക്കൂറിന് ശേഷമാണ് എങ്കിൽ 140 മില്ലിഗ്രാം മുതലാണ് പ്രീ ഡയബറ്റിസ് തുടങ്ങുന്നത്. 200 മില്ലിഗ്രാം ആകുമ്പോൾ അത് പ്രമേഹമായി മാറുകയും ചെയ്യും. പ്രമേഹത്തെ നമുക്ക് സംശയമൊന്നും കൂടാതെ വളരെ നേരത്തെ കണ്ടുപിടിക്കുവാൻ ഈ രക്തപരിശോധന മാത്രം കൊണ്ട് സത്യത്തിൽ സാധിക്കില്ല. അവിടെയാണ് HbA1c അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ പ്രാധാന്യം വരുന്നത്. 3 മാസത്തെ പഞ്ചസാരയുടെ ശരാശരിയാണ് HbA1c. അത് 6.5 ആയാൽ പ്രമേഹം തന്നെയാണ്. 5.7 6.4 ഇടയിൽ പ്രമേഹ പ്രാരംഭ അവസ്ഥ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ്. പക്ഷേ HbA1cയുടെ ഏറ്റവും ഒരു കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ലബോറട്ടറി സംവിധാനങ്ങൾ വളരെ മികച്ചതല്ല എങ്കിൽ, ക്വാളിറ്റി കൺട്രോൾ വളരെ മികച്ചതല്ല എങ്കിൽ ഓരോ ലാബുകളിലും വ്യത്യസ്തമായ റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് HbA1c നമുക്ക് പരിശോധിക്കേണ്ടി വരികയാണെങ്കിൽ അത് രോഗനിർണയത്തിനായാലും രോഗചികിത്സയിലാണ് എങ്കിലും ഗുണനിലവാരം ഉറപ്പ് നൽകുന്ന ലാബുകളിൽ പോകേണ്ടി വരും. പ്രമേഹത്തെ തിരിച്ചറിഞ്ഞാൽ പ്രമേഹത്തെ 2 വിധത്തിൽ നേരിടാൻ പറ്റും. പ്രാരംഭത്തിലാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ടും അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കും. അല്ല, അല്പം വൈകിപ്പോയി എങ്കിൽ നന്നായിട്ട് നമുക്ക് ചികിത്സിക്കുവാനും സാധിക്കും. പ്രമേഹം വരുത്തി തീർക്കുവാനിടയുള്ള മറ്റ് സാധ്യതകൾ നമുക്കുണ്ട് എങ്കിൽ അത് കുടുംബ പാരമ്പര്യം തന്നെ വേണമെന്നില്ല. അമിതവണ്ണമുണ്ടെങ്കിൽ പ്രമേഹം വരാം, കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ പ്രമേഹം വരാം, രക്തസമ്മർദ്ദം കൂടുതലാണെങ്കിൽ പ്രമേഹം വരാം. അതൊക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം ബുദ്ധിപൂർവ്വം ചികിത്സിക്കുക. എന്തിനാണ് ബുദ്ധിപൂർവ്വം എന്ന പദം ഉപയോഗിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളികൾക്ക് പൊതുവെ വിദ്യാഭ്യാസം കൂടുതലാകാം, പക്ഷേ ബുദ്ധിപൂർവ്വം അത് ചികിത്സയിൽ തർജ്ജിമ ചെയ്യുവാൻ സാധിക്കാതെ വരുന്നു. അത് പലപ്പോഴും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കാതെ വരുന്നു. ഒരുപാട് ഗുരുതരമായ രോഗങ്ങൾ പ്രതിരോധിക്കുവാൻ കഴിയുന്ന രോഗങ്ങൾ പോലും
നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു. ഇവിടെയാണ് അടി മുതൽ മുടി വരെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പ്രമേഹത്തെ ചികിത്സിക്കുമ്പോൾ അത് ഏറ്റവും പ്രാരംഭാവസ്ഥയിലാണെങ്കിൽ പോലും എല്ലാവിധ പരിശോധനകളും ചെയ്യുക. സമഗ്ര പരിശോധനകളിലൂടെ സമഗ്ര ചികിത്സ സ്വീകരിക്കുക. പ്രതിരോധ മാർഗങ്ങൾ ശക്തമായിട്ട് തന്നെ വിവേകത്തോടെ വായിച്ച് മനസ്സിലാക്കി ശാസ്ത്രീയമായിട്ടുള്ളത് സ്വീകരിക്കുക. അങ്ങനെ മാത്രമേ എന്താണ് പ്രമേഹം എന്നറിഞ്ഞ് നമുക്ക് പ്രമേഹത്തെ പ്രതിരോധിക്കുവാനും ഭംഗിയായിട്ട് അതിനെ നേരിടുവാനും സാധിക്കുകയുള്ളൂ. മറ്റൊരു വിഷയമായിട്ട് അടുത്ത മാസം നമ്മൾ ഇനിയും കാണും വരെ തിരുവനന്തപുരത്തുള്ള ജ്യോതി ഡേവിസ് ഡയബറ്റിസ് സെൻറ്റർ JDC ഡയബറ്റിസ് ജെംസ് എഡിറ്റോറിയൽ ടീമിൽ നിന്നും ഏവർക്കും നന്ദി, നമസ്കാരം.